നീറ്റ് 2024 കുറേ ചീറ്റിംഗ് നടന്നിട്ടുണ്ട്. അതിലെനിക്ക് ആദ്യം പറയാനുള്ള കാര്യം എന്ന് പറഞ്ഞാൽ, നീറ്റിന് 718 മാർക്കും 719 മാർക്കും കിട്ടിയത് എങ്ങനെ? കാരണം 720 മാർക്കാണ് 180 ക്വസ്റ്റ്യൻസും കറക്റ്റായാൽ ഒരു കുട്ടിക്ക് കിട്ടേണ്ട മാർക്ക്. അത് കഴിഞ്ഞാൽ പിന്നെ അടുത്തത് കിട്ടേണ്ട മാർക്ക് 716 മാർക്കാണ്. അതായത് ഒരു ഉത്തരം എഴുതിയിട്ടില്ലെങ്കിൽ 716ഉം ഒന്ന് തെറ്റാണെങ്കിൽ 715 മാർക്കുമാണ് കിട്ടേണ്ടത്. അതൊന്നും അല്ലാതെ 718ഉം 719ഉം മാർക്ക് എങ്ങനെയാണ് കിട്ടിയത്? ഈ ഒരു ക്വസ്റ്റ്യൻ റേസ് ചെയ്തപ്പം NTA സൈഡിൽ നിന്ന് വന്നിട്ടുള്ള റിപ്ലൈ എന്ന് പറഞ്ഞാൽ, അവർക്ക് ബോണസ് മാർക്ക് കൊടുത്തതാണ്. അവർക്ക് എക്സാം എഴുതാനുള്ള ടൈം കിട്ടിയില്ല, അതുകൊണ്ട് അവർക്ക് ബോണസ് കൊടുത്താണ്. ഇതെന്താ, ഒരു 23 ലക്ഷം വിദ്യാർത്ഥികൾ എഴുതുന്ന എക്സാമിന് കുറച്ച് പേർക്ക് ബോണസ് എന്നോ? ബാക്കിയുള്ളവരെന്താ മണ്ടന്മാരാണോ? പിന്നെ നീറ്റിന് ബോണസ് കൊടുക്കാൻ പറ്റും? ഇതെന്താ സാധാ എക്സാം പോലുള്ളൊരു എക്സാമാണ്, ബോണസ് ഒക്കെ കൊടുത്തിട്ട് എഴുതാൻ? ഇനി എത്രയാണ് ബോണസ് മാർക്ക് കൊടുത്ത്, എത്ര പേർക്ക് ബോണസ് മാർക്ക് കൊടുത്തിട്ടുണ്ട്? ഇതൊന്നും NTA സൈഡിൽ നിന്നൊരു റിപ്ലൈ വന്നിട്ടില്ല. സോ ഇത് 718ഉം 719 മാർക്കും കിട്ടിയെന്ന് കണ്ടതുകൊണ്ടാണ് എല്ലാവരും ഈ ക്വസ്റ്റ്യൻ റേസ് ചെയ്തത്. അപ്പോൾ ഇനി എത്ര പേർക്ക് ഇതുപോലെ ബോണസ് കിട്ടിയിട്ടുണ്ടെന്ന് നമുക്കറിയില്ല. രണ്ടാമത്തെ ചീറ്റിംഗ് എന്താണെന്ന് വെച്ചാൽ, നീറ്റ് 2024 720 മാർക്ക് ഔട്ട് ഓഫ് 720 കിട്ടിയ 67 പേരുണ്ട്. അതിൽ ഹരിയാനയിലെ ഒരു സെൻറ്ററിൽ നിന്ന് എക്സാം എഴുതിയ 8 പേർക്കുണ്ട് 720 ഔട്ട് ഓഫ് 720. അപ്പോൾ എന്താ, അവിടെ എന്താ ഒരു ചീറ്റിംഗ് നടന്നിട്ടുണ്ടെന്നല്ലേ അർത്ഥം? അവിടെ ക്വസ്റ്റ്യൻ പേപ്പർ ലീക്കായതോ എന്താണെന്നറിയില്ല, അവിടെ എന്തോ ഒരു ചീറ്റിംഗ് നടന്നിട്ടുണ്ട്. അപ്പോൾ ബാക്കി 23 ലക്ഷം പേരെന്താ മണ്ടന്മാരാണോ? ഈ പ്രശ്നങ്ങളൊക്കെ ഉത്തരം നൽകേണ്ടത് NTA മാത്രമാണ്. ഇനി മൂന്നാമത്തെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, നീറ്റിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പർ ലീക്കായിട്ടുണ്ട്. മെയ് 5-നായിരുന്നു നീറ്റ് 2024 നടന്നത്. 5:20 ക്വസ്റ്റ്യൻ പേപ്പർ റിലീസാകേണ്ടത്. 5:20 മുന്നേ, അതായത് 4 മണിക്ക് തന്നെ ചില വെബ്സൈറ്റിലൊക്കെ നീറ്റിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പർ അവൈലബിൾ ആണ്. അതായത് കുറച്ച് പേര് എക്സാം ഹാളിൽ ഇറങ്ങിപ്പോകുന്നതെന്നൊക്കെയാണ് NTA സൈഡിൽ നിന്നുള്ള റിപ്ലൈ. അതെന്താ, ഇതിനൊന്നും ഇത് റെസ്പോൺസിബിൾ അല്ലേ? NTA റെസ്പോൺസിബിൾ അല്ലേ ഇതിനൊന്നും? കുറച്ച് പേർക്ക് ഇങ്ങനെ ഇരിക്കാം, കുറച്ച് പേർക്ക് 5:20 കഴിഞ്ഞിട്ട് ഇറങ്ങാൻ പറ്റുള്ളൂ, അങ്ങനെയൊക്കെയാണോ? 23 ലക്ഷം വിദ്യാർത്ഥികളുടെ ഭാവി വെച്ചിട്ടാണ് NTA കളിക്കുന്നതെന്ന് NTA ഓർക്കണം. 2-3 വർഷം രാവും പകലും ഇരുന്നിട്ട് ഡോക്ടറാണെന്നുള്ള ആഗ്രഹം കൊണ്ട് മാത്രം ഇരുന്ന് പഠിച്ചിട്ടുള്ള കുറേ വിദ്യാർത്ഥികളുണ്ട്. അവരെയൊക്കെ ഇങ്ങനെ പറ്റിച്ചിട്ട് അവരുടെ ഭാവി വെച്ച് കളിക്കരുത്. ഒരു നീറ്റ് എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്ന വിദ്യാർത്ഥികളുടെ അവസ്ഥ എന്താണെന്ന് ആദ്യം ആലോചിച്ച് നോക്കണം. കാരണം ഞാനും നീറ്റ് 2 പ്രാവശ്യം റിപ്പീറ്റ് ചെയ്തിട്ടുണ്ട്. സോ എനിക്കറിയാം അപ്പോൾ ഉണ്ടാകുന്ന നമ്മുടെ ഉള്ളിലുണ്ടാകുന്ന എല്ലാ സ്ട്രെസ്സും. പഠിക്കണം, ഇത്രയും കുട്ടികളിൽ നിന്ന് റാങ്ക് വാങ്ങിയിട്ട് ക്രാക്ക് ചെയ്യണം, ഇതൊക്കെ നമ്മുടെ മനസ്സിൽ കൂടെ ഓടുന്നതാണ്. അപ്പോൾ NTA സൈഡിൽ നിന്ന് ഇങ്ങനൊരു ചീറ്റിംഗ് കൂടെ വന്നാൽ പിന്നെ എന്ത് ചെയ്യണം? 2, 3, 4, 5 വർഷമൊക്കെ നീറ്റ് എക്സാം റിപ്പീറ്റ് ചെയ്യുന്നവരുണ്ട്. അവരൊക്കെ എന്തിനാണ് പിന്നെ എഴുതുന്നത്? എന്തിനാണ് ശരിക്കും നീറ്റ് എക്സാം എഴുതുന്നത്? ഇങ്ങനെ പോയാൽ പിന്നെ എല്ലാവർക്കും പൈസ കൊടുത്ത് അങ്ങ് കോളേജിലൊക്കെ ചേർന്നാൽ പോരെ? വെറുതെ എന്തിനാ പഠിച്ചിട്ട് ഡോക്ടറാണെന്നുള്ള ആഗ്രഹം കൊണ്ട് മാത്രം ഇത്രയും 1 കോടി രൂപ കൊടുത്തിട്ട് പഠിക്കാൻ പറ്റില്ല അതുകൊണ്ടാണ് ഇങ്ങനെ ഇരുന്ന് കുട്ടികൾ പഠിക്കുന്നത്. എന്നിട്ട് NTA ഇവരോട് ഈ ചതി ചെയ്യാൻ പറ്റും? നീറ്റ് 2024 റീടെസ്റ്റ് നടത്തണം എന്നാണ് എൻ്റെ അഭിപ്രായം. പക്ഷേ ഐ നോ ഇറ്റ് ഈസ് ഡിഫിക്കൽട്ട് ഫോർ ദ സ്റ്റുഡൻസ് ഹാവിങ് 700+ഉം 650+ ഉള്ള കുറേ പേരുണ്ട്. അവർക്കിപ്പോൾ അവരുടെ മനസ്സിൽ തോന്നുന്നത്, ഇനി പഠിച്ചാൽ അല്ലെങ്കിൽ ഇനിയത്തെ എക്സാമിൽ ഇത്ര മാർക്കൊക്കെ വാങ്ങാൻ പറ്റുമെന്നാണ്. ഉറപ്പായിട്ടും നിങ്ങളെക്കൊണ്ട് പറ്റും. നിങ്ങൾ വർക്ക് ചെയ്താൽ മതി, നിങ്ങൾക്ക് എന്തായാലും ക്രാക്ക് ചെയ്യാൻ പറ്റും. കാരണം എക്സാം എഴുതിയിട്ടില്ലെങ്കിൽ ചിലപ്പോൾ നിങ്ങൾക്ക് 650+ഉം 670+ ഒക്കെ ഉള്ളവർ കേരളത്തിൻ്റെ പുറത്ത് പോയിട്ട് പഠിക്കേണ്ട അവസ്ഥയുണ്ട്. പക്ഷേ നിങ്ങൾ ചിലപ്പോൾ ഒരു എക്സാം എഴുതിയാൽ ചിലപ്പോൾ നിങ്ങൾക്ക് ഈ കോഴിക്കോടോ അല്ലെങ്കിൽ കേരളത്തിൽ തിരുവനന്തപുരത്തോ തൃശ്ശൂരോ ആലപ്പുഴയോ എവിടെ വേണമെങ്കിലും ചിലപ്പോൾ നിങ്ങൾക്ക് സീറ്റ് ഉണ്ടാകാൻ ചാൻസ് ഉണ്ട്. സോ നിങ്ങൾ ഇരുന്ന് പഠിക്കുക, ഒന്നും കൂടി റീടെസ്റ്റ് എഴുതാൻ തയ്യാറാവുക. ബിക്കോസ് NTA നിങ്ങളോട് ചെയ്ത ചീറ്റിങ്ങിന് തിരിച്ച് നിങ്ങൾ പഠിച്ചിട്ട് മറുപടി കാണിച്ചു കൊടുക്കുക, വർക്ക് ചെയ്യുക. അത്രേ എനിക്ക് പറയാനുള്ളൂ. ആൻഡ് ഡോണ്ട് സ്റ്റോപ്പ് വർക്കിംഗ് ഹാർഡ്. എവിടെ നിർത്തരുത്, വർക്ക് ചെയ്യുക.